ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുണ്ടല്ലോ ഇപ്പോൾ ആനച്ചാടിക്കുത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നേ. ഇവിടെ ഇപ്പം വഴിപണിയൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ എവിടം വരെ എത്തി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് കയറി വന്നതാണേ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ തറവാട്ട് വീട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വീതിയൊക്കെ കൂട്ടിയപ്പോൾ അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ കയറി വന്നത്. ശരിക്കും ആനച്ചാടിക്കുത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടൊരു എൻ്റെ അറിവിലൊരു 4 വഴിയാണുള്ളത്. അത് ഒന്ന് നമ്മുടെ തൊമ്മൻകുത്ത് പോയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ തൊമ്മൻകുത്തിൽ പോയി കുത്തൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ മാവേലി നഗർ എന്നൊരു സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടുന്ന് റൈറ്റ് കയറി വരുന്ന വഴി. പിന്നെ ഒന്ന് വണ്ണപ്പുറത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഒരു തൊമ്മൻകുത്തെത്തുന്നതിന് 25 മീറ്റർ പുറകിലോട്ട് മഠം വഴി കയറി വരുന്നൊരു വഴി. പിന്നെ നേരത്തെ വണ്ണപ്പുറത്തൊക്കെ എത്തുന്നവർക്ക് വണ്ണപ്പുറത്തുനിന്ന് മുണ്ടമുടിയിൽ നിന്ന് അച്ചങ്കവല കൂടിയിട്ട് നാരിങ്ങാനത്തെത്തി അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. അതിലെ വരുന്ന വഴിയാണ് ഈ വഴി. ഇപ്പോൾ ഇത് ടാറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വഴിയായിട്ട് ഇത് മാറും. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഏകദേശം പൂർത്തിയാകുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആ വഴി തന്നെ, അതായത് അച്ചങ്കവലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കപ്പേളയുണ്ട്, അതിലേ കയറി വരുന്നത് ഒരു വഴിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 4 വഴിയാണ് ഇങ്ങോട്ടുള്ളത്. പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ള വഴി ഇത് തന്നെയായിരിക്കും. റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും സേഫായിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ എടുത്ത് കാണിക്കാം കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു ഐസ്ക്രീം കാരൻ കൃത്യസമയത്ത് വന്ന കേട്ടോ. ആളുടെ നിന്ന് വാങ്ങിച്ച ഒരു ടൈമിങ്. കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് നടന്ന് വന്ന വഴികളാണ് ഇതെല്ലാം കേട്ടോ. നോക്ക്, ഇവിടെയൊക്കെ എന്നാ വലിയ വഴിയായെന്ന്. ദൈവമേ, ആകെപ്പാട് വഴി ഫുള്ള് ഞങ്ങളുടെയൊക്കെ വലിയവധിക്കുണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആകെ എന്താ പറയുക വരുമാനമാർഗം എന്നൊക്കെ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയ മരമല്ലേ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി ഞങ്ങൾ. എന്നിട്ട് ഇത് മുഴുവൻ കുലുക്കി ചാടിച്ച് 3-4 ബക്കറ്റിലാക്കി വെല്ലിമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കും. സ്കൂൾ തുറക്കാറാകുമ്പോൾ ഞങ്ങൾക്ക് ചെരുപ്പും പെറ്റിക്കോട്ടും ഉടുപ്പൊക്കെ അമ്മ വാങ്ങിച്ചു തരും സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. ഇതൊക്കെ ഒരു നൊസ്റ്റുമായി മാറിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. ഇതിൻ്റെ പഴം ഉണ്ടോ നമുക്ക് താഴെ നോക്കാവേ. നമ്മളിതിൻ്റെ ചോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പഴം നിൽക്കുന്നുണ്ടേ. ഇത് കുറച്ചാല, പക്ഷെ നന്നായി പഴുത്തിട്ടില്ല. മധുരമില്ല കേട്ടോ, ഒരു കമർപ്പുണ്ട്. ശരിക്കും പഴുത്തിട്ടില്ല, അതാ ചോട്ടി ചരിത്രപ്പുണ്ടാവുമോ. വളരെ കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു കശുമാമ്പഴം കഴിക്കണേ. ആ കടിച്ചപ്പോഴത്തെ കയ്പുണ്ടായിരുന്നുള്ളേ. എന്നാലും ഇച്ചിരി കമർപ്പുണ്ട്, കുഴപ്പമില്ല. എത്ര പേര് കശുമാമ്പഴം കഴിച്ചിട്ടുണ്ട്? കാടിൽ നടക്ക് ആരുടെയോ കശുമാവാട്ടോ. എന്തായാലും ഇതിൻ്റെ സംഗതിയൊക്കെ ഞാനിവിടെ ഇട്ടിട്ടേ പോകത്തുള്ളൂ, ഞാൻ അടുത്തൊന്നും പോകുന്നില്ല. ആൾക്കാർ വിചാരിച്ചോട്ടെ വല്ല അണ്ണാനും പിടിച്ച് കടിച്ചതായിരിക്കും. അപ്പോൾ ഇത് നമുക്കിവിടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ആനയാടിക്കുത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ഇനി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഇവിടെ സെറ്റാവും, വഴി അടിപൊളിയാവും. അപ്പോൾ കാണിച്ചു തരാവേ. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരുടെ അവരുടെ ഒരുപാട് കാലത്തെ സ്വപ്നവും അവരുടെ പ്രയത്നവുമാണ് ഈ ഒരു വഴി കേട്ടോ. അവരുടെ സ്വന്തം സ്ഥലങ്ങൾ വിട്ടുകൊടുത്തും അതുപോലെ ഭയങ്കരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു വഴിയുടെ പേരിൽ അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണ് ഈ ഒരു വഴി ഇവിടെ വന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആനയാടിക്കുത്തൊക്കെ ഒരു ടൂറിസം പ്ലേസ് ആയിട്ടൊക്കെ വളരട്ടെ. ജസ്റ്റ് ഇതിപ്പം നാരിങ്ങാനത്തുനിന്ന് വരുന്ന വഴിയിലാട്ടോ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഈ ഓപ്പോസിറ്റ് ഈ കാണുന്ന വഴിയാണ്
തൊമ്മൻകുത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴി. ഇവിടുന്ന് തൊമ്മൻകുത്തിയിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് ആനയാടിക്കുത്തിലോട്ടുള്ള വഴി. ഇതിലെ വഴി വന്നാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ അടിപൊളി പ്ലേസാണ്, നല്ലൊരു വിസിറ്റിംഗ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ആനയാടിക്കുത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ. ശരിക്കും നല്ലൊരു എന്താ പറയുക, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അതിലെ ചാടി ഇപ്പോൾ വരുവാണെങ്കിൽ ഇവിടെയും കുറച്ച് പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആനയാടിക്കുത്തിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലോട്ടാണ് നമ്മൾ വരുന്നത്. അത് ഇപ്പോൾ തൊമ്മൻകുത്ത് കൂടി വരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലോട്ടായിരിക്കും വരിക. അല്ലാണ്ട് 2 വഴിയുണ്ട് ഇതിലെ വരാൻ വേണ്ടിയിട്ട്, അത് പറയാം കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് ആനയാടിക്കുത്തിൻ്റെ വെള്ളമില്ലാത്ത സീന്. വെള്ളം അടിക്കുന്ന വല്ലതാണോ? ഇത് കണ്ടോ, നമ്മളെപ്പോഴും ഇതിലെ പാഞ്ഞൊഴുകുന്ന വെള്ളമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ നികന്ന പാറകളും അതിനകത്തെ ചെറിയ ചെറിയ കുഴികളും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണത്. നല്ല വഴുക്കലുള്ള പാറ കേട്ടോ. ഇത് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്തോറും ഉണ്ടോ, ഇവരിതിൽ നിത്യതൊഴിൽ അഭ്യാസി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത്. നിങ്ങൾ ഇതിലെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്ര കരുതലോട് വേണം ഇതിലെ നടക്കാൻ. നമ്മളൊക്കെ പിന്നെ ചെറുപ്പത്തിലേ തൊട്ട് ഇതിലൊക്കെ നടന്നെന്ന് എന്ന് പറഞ്ഞാലും ഉരുണ്ട് വീഴാൻ അധികം താമസമൊന്നും വേണ്ട. വേണ്ട എടാ, ആ പാറ മിനുസമുള്ളതാ കേട്ടോ, നോക്കി ഇറങ്ങണം കേട്ടോ. മിക്കവാറും ഞാനായിരിക്കും ഊരം കുത്തി വീഴുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ ഓരോ വെള്ളക്കുഴിയിലോട്ടായിരിക്കും വെള്ളം വന്ന് ചീറിപ്പാഞ്ഞ് വീഴുന്നത്. ഇപ്പോൾ വെള്ളം കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് ഇത് കാണാൻ പറ്റുന്നത്. ഈ വെള്ളത്തിലോട്ടൊക്കെയാണ് ഓരോരുത്തർ അതിസാഹസികമായിട്ടെടുത്ത് ചാടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് എന്താണിത്, ഞണ്ടാണോ? ഞണ്ടൊക്കെ ചത്ത് പൊങ്ങിയിട്ടോ വെയിലിൻ്റെ ചൂട് കൊണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ വല്ല അസുഖം പിടിക്കും. പക്ഷേ വെള്ളം ഒഴുകുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അടിപൊളി സംഭവമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഫ്രണ്ട്സ്. ഇത് ഒരുപാട് ഓസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം കൃഷി ഒക്കെ വേണ്ടിയിട്ട്. വേണ്ടോ, വെള്ളത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാരവിടെ ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇതിലേക്ക് ഭയങ്കര വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയൊക്കെയാണ്. അയ്യോ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ വ്യൂസ്. കണ്ടോ എന്നാ സീനാ നോക്കും. ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും അടിപൊളി വ്യൂസ് ആട്ടോ. ഇപ്പം കട്ട ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് അതനുസരിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. ഇതല്ലേ എൻ്റെ ചേട്ടൻ പോയിരിക്കുന്നത്, ഒരു കൂസലില്ലാണ്ട് ഉണ്ടോ, ഏറ്റവും തുഞ്ചറ്റത്ത്. ഇത് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് കൊണ്ട് എന്താകും എൻ്റെ അവസാനത്തെ വീഡിയോ ആകുമോ എന്നൊക്കെ സംശയമുണ്ട്. വോ എൻ്റെ പൊന്നു, ചെരുപ്പന്തി ആ ബെസ്റ്റ്. ഇത്രയും വലിയ പാറയിൽ എൻ്റെ നാത്തൂനെന്ന് പറയുന്നൊരു സാധനം കണ്ടോ. ചേട്ടന്മാർ വെള്ളം ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ ആനയാടിക്കുത്ത്. ഓക്കെ, ഇവിടെയൊക്കെ അവിടെ കണ്ട മണ്ണ് മുഴുവനും ഇവിടെ വന്നിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ. ഇപ്പോൾ പക്ഷെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. എന്നും അടിപൊളിയായ സ്ഥലമല്ലേ. പക്ഷെ കാറ്റൊന്നുമില്ല കേട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഇന്ന് എന്നാ ദിവസം, ഇന്ന് 20th ശനി, മാർച്ച് ശനി. ആ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ സമയത്തുണ്ട് 3:30 ആയിട്ടുണ്ടാവും അല്ലേ. ആ ഒരു സമയത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ശരിക്കും 4:30-5 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ചാടണം എന്നൊക്കെയുണ്ട്, പക്ഷേ വെള്ളം ചെളി ആയതിനാലും പിന്നെ ഇട്ടുകൊണ്ട് പോകാൻ വേറെ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇതിനകത്തോട്ട് ചാടുന്നില്ല ഫ്രണ്ട്സ്. ഞാൻ ഒരിക്കൽ ചാടിച്ച് വെള്ളം ഉള്ളപ്പോഴാണ് എനിക്ക് ഇതിനകത്തൊക്കെ ചാടാൻ ഇഷ്ടം. ഇപ്പോൾ എനിക്ക് എന്തോ പിന്നെ വേണമെങ്കിൽ ഇതൊരു ചെറിയ കുഴിയുണ്ട്, വെള്ളത്തിൽ പക്ഷേ ചൂടൊന്നുമില്ല. സ്മെല്ലുണ്ടോ നോക്കട്ടെ, സ്മെല്ലൊന്നും ഇല്ല കേട്ടോ.
എന്നാലും അത്യാവശ്യം കാക്കയും കൊക്കൊക്കെ വന്ന് കുളിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് പേര് വെള്ളം പൈപ്പിലൊക്കെ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരിക്കും. ഫ്രണ്ട്സ്, ഇതുപോലെ കേട്ടോ നമ്മുടെ തൊമ്മൻകുത്ത് പുഴയിൽ ഇതുപോലെ കല്ലിടുക്കുകളാണ് മൊത്തം. ഏകദേശം 10-20 പേര് ഞാൻ തൊമ്മൻകുത്ത് നിൽക്കുന്ന കാലത്ത് തന്നെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ളിലോട്ട് അള്ളുകളായിരിക്കും. അപ്പോൾ വെള്ളം കുത്തിച്ചാടുമ്പോൾ ആ അള്ളിൽ കൂടെ ആൾ താഴോട്ട് പോവുക ചെയ്യുക. പിന്നെ ഏതെങ്കിലുമൊക്കെ പൊത്തിക്കൂടെ പുറത്തോട്ട് വരുമ്പോഴൊക്കെയാണ് പുഴകളിലൂടെ ഒഴുകിയൊക്കെ നമ്മൾ കാണുന്നത്. സോ ഇതൊക്കെയാണ് ഇതുണ്ടോ വെള്ളം ഇല്ലാത്തപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയാണ്. അപ്പം നമ്മൾ ഓടി വന്ന് ഇതിനകത്തോട്ട് കാടുമ്പോൾ ഇവിടെയൊക്കെ കല്ലുകളൊക്കെ ഉണ്ടെന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇവിടെയൊന്നും പക്ഷേ കല്ലുകളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മതിയായ കുഴിയ തന്നെയാണ്. ഇതും അതുപോലെയൊക്കെ തന്നെ. ഇതിനകത്തൊക്കെ കല്ലും ചേറൊക്കെ വന്ന് നികന്നു തുടങ്ങി. ഇനിയിപ്പോൾ കൂടുതലും മണ്ണ് വരും. കാരണം മുകളിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് മൊത്തം മണൽ വന്ന് നികലും. ഇനിയിപ്പോൾ അടുത്ത മഴയിൽ ഇവിടെ മണലിൻ്റെ പെരുപ്പാര്യം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ആനയാടിക്കുത്ത്. നമുക്കൊന്നും ഇവിടെ ഒരു വലിയ എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആയി മാറിയെങ്കിലും ഞങ്ങളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും വരുമ്പോൾ നമുക്കും ഒന്ന് കാണണം എന്നൊക്കെ തോന്നും. വെള്ളത്തിലേക്കൊന്ന് വന്ന് ചാടണം എന്നൊക്കെ തോന്നും. സ്വാഭാവികം. ഇത് തൊമ്മൻകുത്ത് കൂടി വരുമ്പോൾ വരുന്ന വഴി. ഇത് നമ്മുടെ മഠത്തിൽ തൊമ്മൻകുത്ത് വന്നിട്ട് മഠം വഴി വരുന്ന ഒരു വഴിയുണ്ട്. ഈ വഴി ചെയ്യുന്ന വഴിയാണിത്. അതിലെ പതിയെ നമ്മൾ നടന്ന് വേണം ഇവിടെ വന്ന് കയറാൻ. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ഇന്ന് ഫോൺ പൊട്ടിച്ചില്ലെങ്കിൽ ഇന്ന് ഇത് ഇന്ന് 1.1 മില്യൺ കണ്ടോ ഗൈസ്, എന്നെ കളിയാക്കുന്ന കണ്ടോ. ഈ ഒരു കളിയാക്കിനെങ്കിലും നിങ്ങൾ മിനിമം 100 ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഈശോ ഇവിടെ എങ്ങനെ കയറും. പിന്നെ എൻ്റെ ചേട്ടനൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ടും ഒന്നും പറ്റിയില്ല ഗൈസ്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും. എടി നീ അങ്ങനെ പറയരുത്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി മൊത്തം ഇറക്കമാണ്. എന്താണെന്നറിയില്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ അവളും ഗൈസ് പറഞ്ഞു തുടങ്ങി. അതൊക്കെയാണ് മുല്ലപ്പൂമ്പടി എഫ്റ്റി എടുക്കും കല്യാണം ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ നേരെ നോക്കി വണ്ടി ഓടിക്കുക. താഴെ വരെ എത്തണം. ഇതൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ? ഇതാണ് പൂവത്തിങ്ക അല്ലല്ലോ. അയ്യോ, അതിനോ ഉന്നക്കായോ? ഞാനങ്ങനെ പല നമ്പറും പറയും. വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ എവിടെ നോക്കരുത്. ഇവിടെ എന്തൊക്കെയോ പച്ചപ്പച്ചൊക്കെ ഇട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ പാറയായിരുന്നു കേട്ടോ. ആ പാറയെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ ഒരു അടിപൊളി വഴിയാണ്. വണ്ടി പിടിച്ചാൽ കിട്ടുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. മിണ്ടായിരടി ഇവിടുന്ന് ഉരുട്ടി വീഴിക്കും മനുഷ്യരെ. നേരെ നോക്കി വണ്ടി ഓടിക്കും. പേര് കേട്ടതല്ല. ബിന്ദു ചേച്ചി എല്ലാം പെട്ടെന്നായിരുന്നു. താഴെ എത്തുമെന്നൊന്നും. ഫ്രണ്ട്സ്, നമ്മളിതാ താഴെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്റ്റോപ്പ് പറഞ്ഞത് മാവേലി നഗർ. ഫ്രണ്ട്സ്, ആ കാണുന്നതാണ്. അവിടെ ഒരു കൊടിമരം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണ് മാവേലി നഗർ എന്ന് പറയുന്ന സ്റ്റോപ്പ്. അവിടുന്ന് നേരെ ആനയാടിക്കുത്തിലോട്ട് കയറുന്ന വഴി. തൊമ്മൻകുത്ത് പോയി വരുന്നവർക്ക് ആടിക്കുത്തിന് വരാൻ വേണ്ടിയിട്ട് ഇതാണ് എളുപ്പ വഴി. ഇതുകൊണ്ടോ വണ്ടി വരുന്ന വരവ് കണ്ട. ആ വണ്ടി പോയപ്പോൾ ഒട്ടും പൊടിയില്ല. നമുക്കൊട്ടും ശ്വാസമൊന്നും മുട്ടത്തില്ല. ഇപ്പോൾ വഴി വയ്ക്കുന്നതുകൊണ്ട് ഇവിടെ പ്രശ്നം അത്ര ഒട്ടുമില്ല കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതുണ്ടോ, ഞങ്ങളുടെ കിണറായിരുന്നു പണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു ആഞ്ഞിലി കണ്ടോ, ഈ ആഞ്ഞിലിയുടെ ഇപ്പുറം വേറൊരു അമ്മയാഞ്ഞിലി നിൽപ്പുണ്ടായിരുന്നേ. ആ അമ്മയാഞ്ഞിലിയുടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ദേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ വഴി എന്ന് പറയുന്നത്. ദേ ഈ ഒരു ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നടപ്പ് വഴി. ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു നടപ്പ് വഴിയായിരുന്നു. ഈ ഓട വെച്ചിട്ടില്ലേ അതുപോലത്തെ ഒരു നടപ്പ് വഴിയായിരുന്നു. ഇപ്പം ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വീട്. അച്ഛാ ഓയ്, ഹലോ അച്ഛാ, അച്ഛാ കൈ കാണിച്ചേ. എൻ്റെ അല്ലേ അപ്പൻ, ഇതല്ല. ഇതുണ്ടല്ലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ കിണറൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്ത് സൈഡിൽ നിന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പം ഇത്രയും വഴിയിലാണ് അവർ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയൊക്കെ വരുമ്പോൾ നല്ല ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട്. രാവിലെ എത്തിയതാ. ഉണ്ടോ, എത്രയോ തവണ ഞങ്ങൾ വെള്ളം കോരി ഞങ്ങളുടെ കിണറാന്നറിയാം. ഇപ്പം റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ കിണർ നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ കിണർ 16 അടി താഴ്ച ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, 16 അടി താഴ്ച. ഇതിനകത്തുനിന്ന് എത്ര തവണ വെള്ളം കോരിയിട്ടുണ്ടെന്ന് അറിയാവോ? കാണാവോ വെള്ളം കാണാവോ? എൻ്റെ പുണ്യാളാ. അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ആനയാടിക്കുത്ത് ഇനി റോഡിൻ്റെ പണി കഴിയുമ്പം സോ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ റോഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നല്ല അടിപൊളിയായിട്ട് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. മഴ പെയ്യുന്നുണ്ടല്ലോ. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ വലിയ മഴകളൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, എന്നാലും ആനയാടിക്കുത്തിലോട്ട് പോകുന്ന ആ വഴി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പം തന്നെ ഇട്ടു. സോ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ